ഹലോ നബീബി, ഇറ്റ്സ് മീ മൂസ്. മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് വർക്കിനുള്ള പ്ലാനും തയ്യാറാക്കി വർക്കിന് ഇറങ്ങാം. ഇന്ന് നമുക്ക് ഏറെ ദൂരം നടന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ദിവസമാണ്. മക്കത്ത് സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഒരാൾ എപ്പോഴും നിർബന്ധമാണ്. ഇല്ലാച്ച വണ്ടി നമ്മളൊരു സൈഡിൽ ഒതുക്കിയിട്ട് ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. നടക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷെ നല്ല വെയിലാണ്. ഈ വെയിൽ കൊണ്ട് ഒരുപാട് ദൂരം നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. നമ്മളെ യാത്ര തുടങ്ങാൻ വേണ്ടി വണ്ടി കയറിയുന്ന വണ്ടി ഫുള്ള് പഴുത്തിരിക്കുകയാണ്, സ്റ്റെയറിങ്ങും സീറ്റും. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, എന്തൊക്കെ ചിഹ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ബോണറ്റ് തുറന്നു. സംഗതി എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും വണ്ടിനെ കുറിച്ചിട്ടൊരു ധാരണ വേണം വണ്ടി കൊണ്ടുനടക്കുമ്പോൾ. വെള്ളത്തിന്റെ ഒരു സൈൻ കണ്ടപ്പോൾ റേഡിയേറ്ററിൽ വെള്ളം ഇല്ലാതിരിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വെള്ളം നിറച്ചു കൊടുക്കുന്നത്. അപ്പം നോക്കുമ്പോഴാണ് ഞാൻ നേരത്തെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള വേസ്റ്റ് അതേപോലെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് ഗുമാമി തട്ടി. റേഡിയേറ്ററിൽ വെള്ളം പറന്ന് തണുപ്പിച്ച വണ്ടി സ്റ്റാർട്ട് ആവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. 1-2 ഇൻസിഡന്റ് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ പ്രാവശ്യം നടന്നില്ല ഗൈസ്, വേറെ എന്തോ ആണ് ഇഷ്യൂ. ഇനി ബാറ്ററി ഡൗൺ ആയതായിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന വയർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഭാഗ്യത്തിന് അതിനുള്ള വയർ വണ്ടി തന്നെ ചാർജ് ചെയ്യാനൊരു വണ്ടി കിട്ടിയാൽ മതി. ഇങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് കുറേ വള്ളികൾ നമുക്ക് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്ക് ഓവർകം ചെയ്യാനും കഴിയും. അനുഭവങ്ങളാണ് നിങ്ങളെ ഏറ്റവും നല്ല അധ്യാപനം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.